നമ്മൾ എല്ലാവരും കാത്തിരുന്ന മിഡ് വീക്ക് എവിക്ഷൻ വന്നിരിക്കുകയാണ്. ഇന്നലെ ഫൈനൽ 7 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എവിക്ഷനൊന്നും ഉണ്ടാവില്ല, എല്ലാവരും ഗ്രാൻഡ് ഫിനാലെ വരെ എത്തുമെന്ന്. ഇന്ന് മിഡ് വീക്ക് എവിക്ഷൻ നടക്കാൻ പോവുകയാണ്. വീട്ടിലേക്ക് റീ എൻട്രി ചെയ്ത മത്സരാർത്ഥികൾ ആരും തിരിച്ചു പോയിട്ടില്ല. അവരുടെ മുമ്പിൽ തന്നെയാണ് മിഡ് വീക്ക് എവിക്ഷൻ നടക്കുന്നത്. ആര് പോകാനാണ് ചാൻസ് കൂടുതൽ? നിങ്ങൾക്കൊക്കെ എന്താണ് തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് ആദിലയോ നൂറയോ. ആദിലയും നൂറയും വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഡൗൺ ആയിട്ടുള്ളത് ആദിലയാണ്. ഇപ്പോൾ 7 പേരാണല്ലോ ഉള്ളത്. ഇന്ന് ഒരാൾ പോകും, ആദിലയാവാനാണ് ചാൻസ് കൂടുതൽ. പിന്നീട് ഗ്രാൻഡ് ഫിനാലയുടെ തലേദിവസം ഒരാളും കൂടെ പോകും, അത് നൂറയാവാനാണ് ചാൻസ് കൂടുതൽ. മിഡ് വീക്ക് എവിക്ഷൻ എങ്ങനെ നടക്കാൻ പോകുന്നു വെച്ചാൽ 7 പേർക്കും 7 ബോംബ് കൊടുക്കും. ആ ബോംബ് അവർ നിർവീര്യമാക്കണം. അങ്ങനെ വയറ് കട്ട് ചെയ്യുന്ന സമയത്ത് ചുമല പുക വരികയാണെങ്കിൽ അവർ എവിക്റ്റാകും, പച്ച പുക വരികയാണെങ്കിൽ അവർ സേവഡാണ്. എൻ്റെ മനസ്സിലുള്ള ടോപ്പ് 5 അനീഷ്, അനുമോള്, ഷാനവാസ്, നെവിൻ, അക്ബർ, ഇവർ 5 പേരാണ്. വിന്നറാവാനുള്ള ചാൻസ് കൂടുതലും അനുമോൾക്കാണ്. എനിക്കിഷ്ടം അനീഷ് വിന്നറാവുന്നതാണ്. ഞാൻ അനീഷിനാണ് വോട്ട് ചെയ്തത്. എന്നാലും പുറത്തെ സ്ഥിതിയെല്ലാം വെച്ച് നോക്കുമ്പോൾ അനുമോൾ തന്നെയാണ് വിന്നറാവാൻ ചാൻസ്. നിങ്ങൾക്ക് ഇന്ന് ആര് എവിക്റ്റാകുമെന്നാണ് തോന്നുന്നത്? അതുപോലെ ആരാണ് ടോപ്പ് 5 വരിക, ആരാണ് വിന്നറാവുക, അത് കമൻറ്റ് ചെയ്യുക.